ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ മലയാളം ട്യൂട്ടോറിയൽ എങ്ങനെയാണ് ഒരു ഫോട്ടോയെ അതിൻ്റെ സൈസ് കുറച്ച് ഇൻ്റർനെറ്റിലൂടെ അയക്കുന്നതിന് ചെറുതാക്കിയെടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നാം ഫോട്ടോ ഇമെയിൽ അറ്റാച്ച്മെൻറ്റായും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ നെറ്റ്വർക്കിലും അപ്ലോഡ് ചെയ്യുന്നതിനുമായും ഡൗൺ സൈസ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പലരും ഒറിജിനൽ ഫോട്ടോ ഒറിജിനൽ സൈസിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ സമയവും പണവും അവർക്ക് നഷ്ടമാകുന്നു. അതേസമയം ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ലക്ഷോപലക്ഷം ഉപഭോക്താക്കൾക്കും അത് നഷ്ടമാണ്. കാരണം അനാവശ്യമായി ഒരു വലിയ ഫയൽ ബാൻഡ് വിഡ്ത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ കേബിളുകളിലൂടെ യാത്ര ചെയ്യുന്നു. വാസ്തവത്തിൽ ആ ഫയലിന് അതിനേക്കാൾ വളരെ ചെറിയൊരു ഫയൽ ഉപയോഗിച്ച് ഇതേ കാര്യം നേടാവുന്നതായിരുന്നു. അപ്പോൾ പിക്ചർ ഫയലുകളും മറ്റും എങ്ങനെയാണ് ചെറുതാക്കുന്നത് എന്നാണ് ഈ ഡെമോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായി ഞാൻ ഡെസ്ക്ടോപ്പിൽ നേരത്തെ തന്നെ ഒരു പിക്ചർ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പിക്ചർ ഇതാണ്, DSC 7142. ആദ്യം തന്നെ ഇതെന്ത് വലിപ്പമുള്ളതാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, പ്രോപ്പർട്ടി എടുക്കുക. ഇമേജിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടി എടുക്കുമ്പം അതിൻ്റെ വലിപ്പം അറിയാൻ പറ്റും, ഏത് ഇനത്തിൽപ്പെട്ടാണെന്നും അറിയാൻ പറ്റും. ഇതിൻ്റെ വലിപ്പം ഇതാണ്, സൈസ് 4.25 MB. അങ്ങനെ 4.25 MB ഉള്ള ഈ ഫയൽ ഒരു JPEG ഫയലാണ്. പിക്ചറായി സ്റ്റോർ ചെയ്തിരിക്കുന്നത് JPEG ഫോർമാറ്റിലാണ്. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായും അതിൻ്റെ റൈറ്റ് ക്ലിക്കിൽ നമുക്ക് ലഭിക്കും. ഇത് എത്ര റെസൊല്യൂഷനാണെന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 300 DPI, അതായത് ഓരോ ഇഞ്ചിലും 300 കുത്തുകൾ ഹൊറിസോണ്ടലായും 200 കുത്തുകൾ ലംബമായും ആണ് ഈ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം അതുകൊണ്ട് 4928 പിക്സലുകളുടെ നീളവും 3264 പിക്സലുകളുടെ ഉയരവും കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചിത്രത്തിന് 4.25 MB സൈസ് വന്നത്. നമുക്ക് ഈ ചിത്രത്തെ വേണമെങ്കിൽ കാഴ്ചയ്ക്ക് ക്വാളിറ്റി നഷ്ടപ്പെടാതെ ഇതിൻ്റെ 10-1 അതിൽ താഴെയോ ചെറുതാക്കി എടുക്കാനായിട്ട് ഈസിയായിട്ട് സാധിക്കും. അതിന് പല സോഫ്റ്റ്വെയറുകളും ഇന്ന് അവൈലബിളാണ്. ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് നേരെ അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് തുറന്ന് ഈ ഫയലിനെ, ഈ 7142-നെ അതിൽ ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് അത് ഡൗൺ സൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. നാം ഡൗൺ സൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് എന്ന ടൂളാണ്. മറ്റ് പല സോഫ്റ്റ്വെയറുകളും ഇതേ പർപ്പസിന് വേണ്ടി അവൈലബിളാണ്. ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പ് ആയതുകൊണ്ടും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് എന്നതുകൊണ്ടും എൻ്റെ ഈ ഡെമോൺസ്ട്രേഷൻ അഡോബി എന്നും പറയും, അഡോബി ഫോട്ടോഷോപ്പിലാണ്. ഒരു പഴയ വേർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അഡോബി ഫോട്ടോഷോപ്പ് 7. പുതിയ അഡോബി വേർഷനുകളിലും ഇതേ മെത്തേഡ് കാര്യമായ മാറ്റമില്ലാതെ തന്നെ നിങ്ങൾക്ക് അനുഷ്ഠിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫോട്ടോഷോപ്പ് നമ്മൾ ഓണാക്കി എടുക്കുക എന്നുള്ളതാണ്. ഫോട്ടോഷോപ്പ് ഓണായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫയൽ മെനുവിൽ അതിൻ്റെ ഫയൽ മെനുവിൽ ഓപ്പൺ സബ് മെനുവിൽ നമുക്ക് ചെറുതാക്കാനുള്ള ചിത്രത്തെ ഓപ്പൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ DSC 7142 എന്ന പേരുള്ള ഈ ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അത് ഇവിടെ ഓപ്പൺ കൊടുത്താൽ അത് തുറന്നു വരും. അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്ത് പിക്ചർ വന്നു. ഈ പിക്ചർ എൻ്റെ സൈസ് ഇവിടെ നിന്ന് അറിയാനായിട്ട് ചെയ്യേണ്ടത് ഇമേജിൽ പോവുക, ഇമേജ് സൈസ് എന്ന സബ് മെനു തിരഞ്ഞെടുക്കുക. നാം നേരത്തെ കണ്ട 4928 3264 പിക്സലുള്ള 16 ഇഞ്ച് വിഡ്ത്തും 10 ഇഞ്ച് ഉയരവുമുള്ള ഒരു പിക്ചറാണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ ഓരോ ഇഞ്ചിലും 300 കുത്തുകൾ വീതമാണ് ഇതിൻ്റെ ഹൊറിസോണ്ടലായിട്ടുള്ള റെസൊല്യൂഷൻ എന്നും ഇവിടെ നമുക്ക് കാണുന്നു.
അപ്പോൾ ഇത് ഡൗൺ സൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ തുറന്ന് ഡൗൺ സൈസ് ചെയ്ത ചിത്രത്തിൻ്റെ പിക്സലുകൾ എത്രയാണ്, റെസൊല്യൂഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടു ബോധ്യപ്പെടാം. അപ്പോൾ മൊത്തം സൈസും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമ്മൾ ഈ ഇമേജ് സൈസ് വിൻഡോ ക്ലോസ് ചെയ്തിട്ട് ഇതിനെ ഡൗൺ സൈസ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഫയൽ മെനുവിൽ തന്നെ സേവ് ഫോർ ദ വെബ് എന്ന ഓപ്ഷൻ എടുക്കുക എന്നുള്ളതാണ്. എന്താണ് സേവ് ഫോർ ദ വെബ്? ഇൻ്റർനെറ്റിന് വേണ്ടി സേവ് ചെയ്യുക. ഇൻ്റർനെറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നെറ്റിലൂടെ വെബിലൂടെ അയക്കുക, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണുക എന്നുള്ളതാണ്. പ്രിൻറ്റിങ്ങിന് ആണ് അയക്കുന്നതെങ്കിൽ സൈസ് ചുരുക്കാതെ വേണം അയക്കാൻ. പ്രിൻ്റ് നല്ലതാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 200 റെസൊല്യൂഷൻ വേണം. അതാണ് അഭികാമ്യം. 300 ആയോ വളരെ നല്ലത്. പിക്ചർ വളരെ വലുതാക്കുകയാണെങ്കിൽ 300-നും മുകളിൽ സൈസുള്ള റെസൊല്യൂഷൻ ഉള്ളതാണ് നല്ലത്. പക്ഷേ സ്ക്രീനിൽ കാണാൻ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സേവ് ഫോർ ദ വെബ് ഓപ്ഷൻ എടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പം അഡോബി അല്ലെങ്കിൽ അഡോബ് ഇതിനെ പല വിൻഡോകളായി തുറന്ന് ഓരോ ഇമേജിനെയും പല സൈസുള്ള വിൻഡോകളിലായി തുറന്ന് നമുക്ക് നൽകും. അപ്പം നമുക്ക് ഇവിടെ ഫയലിൽ നിന്ന് സേവ് ഫോർ ദ വെബ് ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴൊരു വാർണിംഗ് വരികയാണ്, ഈ ചിത്രത്തിൻ്റെ സൈസ് വളരെ വലുതാണ്, വെബിന് യോജിച്ചതല്ല, മുന്നോട്ട് പോകണമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, യെസ് കൊടുക്കുന്നു. ഇപ്പം നോക്കുക, 4 വിൻഡോകൾ ഇവിടെ ഉണ്ടാവുകയാണ്. ആകാശത്തിൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നതുകൊണ്ടാണ് വെളുത്ത നിറത്തിൽ ഇത് കാണുന്നത്. നമുക്ക് ഈ പാൻ ടൂൾ, ഈ കൈയുടെ പാൻ ടൂൾ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ഇമേജിൽ ഇതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പിക്ചറിനെ നമുക്ക് മാറ്റാൻ പറ്റും. അതിൻ്റെ നോക്കുക, ഇങ്ങനെ ഇപ്പോൾ ആകാശത്തിൻ്റെ നീല നിറമുള്ള ആകാശം കിട്ടുന്നു. ഏത് പിക്ചറിൽ പാൻ വെച്ചും നമുക്ക് പാൻ ചെയ്യാനായിട്ട് പറ്റും. ഞാനിത് 4 കോളത്തിലും വെച്ച് ഇത് കുറേശ്ശെയായിട്ട് പാൻ ചെയ്യുന്നു, അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ കുന്നുകളുടെ ചിത്രമായി. ഇത് ഭൂമി, തറ, ഗ്രൗണ്ട് പിക്ചർ. ഇപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടും പിക്ചറിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്. ഇതാണ് ഒറിജിനൽ, ഇടതുവശത്ത് കാണുന്ന ഒറിജിനൽ പിക്ചർ. ഇത് 394, ഇവിടെ നോക്കുക ചുവട്ടിൽ 394 കിലോബൈറ്റുള്ള 4 പിക്ചറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 3 പിക്ചറാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ 394-ൽ തന്നെ ഇതിനെ ഒരെണ്ണത്തെ നിർത്താം, ഒരെണ്ണം ഇച്ചിരി വലുതാക്കിയെടുക്കാം, വേറെണ്ണം അതിനേക്കാൾ വലുതാക്കിയെടുക്കാം. അതെങ്ങനെ ചെയ്യും? ഇമേജിൻ്റെ സൈസ്, ഇമേജിൻ്റെ ജെപെഗ് ഇമേജാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലോ ക്വാളിറ്റിയാണ്. നമുക്കിവിടെ ക്വാളിറ്റി 0-ൽ കിടക്കുന്നതിനെ നമുക്ക് ഇപ്പോൾ ഈ പിക്ചർ, ലാസ്റ്റ് പിക്ചർ ഞാൻ ക്ലിക്ക് ചെയ്ത് 0-ൽ തന്നെ നിർത്തുന്നു. അപ്പോൾ അത് 394 കിലോബൈറ്റ് സൈസിലേക്ക് കുറഞ്ഞു. 4.25 ആയിരുന്നു, 4 MB ആയിരുന്നു. അതിൻ്റെ 10-1 താഴെയാണ് 394. അതുകൊണ്ട് ഞാൻ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് 394 KB തന്നെ. അതിനെ നമുക്ക് ഇവിടെ ക്വാളിറ്റിയിൽ നമുക്കൊരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി നോക്കാം. ഇപ്പോൾ 0 to 100-ൽ നമുക്ക് ഇതൊരു 25 ക്വാളിറ്റി, 25, 26, 27, 27 ആക്കി സെറ്റ് ചെയ്യുന്നു. 25-നടുത്താണത്. അപ്പോഴേക്കും ഈ ചിത്രത്തിൻ്റെ വലിപ്പം 394-ൽ നിന്ന് 838 K ആയി വളർന്നത്, വലുതായത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ പിക്ചറിനെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ക്വാളിറ്റി 0-ൽ നിന്ന് നമ്മൾ നേരെ പകുതിയിലേക്ക് 50-ലേക്ക് കൊണ്ടുവരാം. നമുക്ക് 50-ലേക്കോ 53, 56, 76 എത്ര വേണേൽ നമുക്ക് വയ്ക്കാം. 100 ഒറിജിനൽ സൈസിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് നമ്മൾ ഒരു 50%, ഇവിടെ ഞാൻ 49, 50 തൊട്ട് ചേർന്ന് ഉള്ള സൈസിലേക്ക് മാറ്റി. അപ്പോൾ അത് 1.32 MB ആണ്. അതായത് 1322 KB. ഇത് 838 KB, ഇത് 394 KB. ഒറിജിനൽ ഇത് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടാണ് 46 ആയിട്ട് കാണിക്കുന്നത്. ഒപ്റ്റിമൈസ് ചെയ്തില്ലെങ്കിൽ ഇത് 4.25 MB ആണെന്ന് നമുക്കറിയാം. ഒറിജിനലിനെ അങ്ങനെ 4 ഇമേജ് കിട്ടും. ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഈ 4 പിക്ചറിന് പകരം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 പിക്ചർ കിട്ടും. നോക്കുക, ഒറിജിനലും 1.32 MB പിക്ചർ.
ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1.32 ഒരു ഇമേജ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഒപ്റ്റിമൈസ് ചെയ്ത ഇമേജാണ് ഇത്. ഒറിജിനലിൻ്റെ ചിത്രവുമാണ്. നമ്മൾ ഈ 4 പീസുള്ള പിക്ചറിനെ 4 പീസാക്കി 4 സൈസാക്കി മാറ്റിയ പിക്ചറിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഒറിജിനൽ 4.25 ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ അത് 46 ആയിട്ട് വർദ്ധിക്കുന്നു. 10 ഇരട്ടി കൂടുകയാണ് ചെയ്യുന്നത്. ഫോട്ടോഷോപ്പാണ് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയെന്നർത്ഥം. ഇത് 4.25-നെ 1.32 മൂന്നിലൊന്നായിട്ട് കുറച്ചു. അതിൻ്റെ 6 കുറച്ചു. അവസാനത്തേത് 564K നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി 12 ഈ ക്വാളിറ്റിയെ നമുക്ക് വീണ്ടും 0യിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ക്വാളിറ്റി 0 ആക്കുകയാണെങ്കിൽ പഴയ 394 എത്തും എന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമുക്കിനി സേവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഇമേജിനെ ഇവിടെ സേവ് ബട്ടൺ ഉപയോഗിച്ച് സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പം ഫോട്ടോഷോപ്പ് നമ്മളോട് ഇതിനൊരു പേര് ആവശ്യപ്പെടും. ഞാനിതിൻ്റെ പേര് ഈ DSC 7142 എന്നുള്ളത് മാറ്റി ഡൗൺ സൈസ് എന്ന പേര് കൊടുക്കുകയാണ്. ഡൗൺ സൈസ് ടെസ്റ്റ് എന്നതിന് പേര് കൊടുത്ത് ഈ ഇമേജിനെ JPEG ഇമേജായിട്ട് തന്നെ നിലനിർത്തുന്നു. വേണമെങ്കിൽ നമുക്കതിനെ HTML-ലോ മറ്റ് ഫോർമാറ്റുകളിലോ സേവ് ചെയ്യുന്നതിന് ഫോട്ടോഷോപ്പ് അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഫോട്ടോകൾക്ക് അനുയോജ്യമായ ഒരു ഫോർമാറ്റ് JPEG ആണ്. അതുകൊണ്ട് JPEG ആയിട്ട് സേവ് ചെയ്യുന്നു. എവിടെയാണ് ഇനി ഈ ചിത്രം വരാൻ പോകുന്നത്? അതിവിടെ നോക്കിയാൽ അറിയാം. സേവ് ഇൻ ഡെസ്ക്ടോപ്പാണ്. അപ്പോൾ നമ്മളത് സേവ് ചെയ്യുന്നതോടുകൂടി ഡെസ്ക്ടോപ്പിൽ നമുക്ക് ആ ചിത്രം ലഭിക്കുകയും ചെയ്യും. നാം ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞ പുതിയ ചിത്രം ഡൗൺ സൈസ് എന്ന ചിത്രം നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയി നോക്കാം. ഇതാ ഒറിജിനൽ ചിത്രം. ഇത് തൊട്ട് താഴെ ഡൗൺ സൈസ് ചിത്രം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫോട്ടോഷോപ്പിൽ തിരിച്ചെത്തി നമുക്ക് ഈ പുതിയ ചിത്രത്തെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. അതിന് പഴയ ചിത്രം നമ്മൾ കളയുന്നു. അതിൽ വന്ന മാറ്റം നിലനിർത്തണമെന്ന് ചോദിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പഴയ ചിത്രം പഴയതുപോലെ തന്നെ നിലനിൽക്കാൻ വേണ്ടി നാം നോ കൊടുക്കുന്നു. എന്നിട്ട് ഫയൽ മെനുവിൽ നമ്മൾ ഓപ്പൺ കമാൻഡ് നൽകുകയാണ്. ഓപ്പൺ കമാൻഡ് ഡെസ്ക്ടോപ്പിൽ തന്നെ നോക്കുന്നു. ലുക്ക് ഇൻ ഡെസ്ക്ടോപ്പാണ്. ഡൗൺ സൈസ് എന്ന ഫയൽ നമുക്ക് കണ്ടെത്തണം. ഇതാണ് ഡൗൺ സൈസ് എന്ന ഫയൽ. അത് കണ്ടെത്തി അത് നമ്മൾ ഓപ്പൺ കൊടുത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ കൊടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നാം കാണുന്നത് ഡൗൺ സൈസ് ചെയ്ത ചിത്രമാണ്. നേരത്തെ കണ്ട ഇതിൻ്റെ 11-12 ഇരട്ടി വലിപ്പമുള്ള ചിത്രവുമായി താരതമ്യം ചെയ്താൽ ഒരു കാഴ്ചയ്ക്ക് ഒരു വ്യത്യാസവും ഈ ചിത്രത്തിനില്ല എന്ന് നിങ്ങൾക്ക് കാണാം. എന്നാൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഈ ഇമേജിന് ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയാനായിട്ട് നമ്മൾ ഇമേജ് മെനുവിൽ ചെന്നിട്ട് ഇമേജ് സൈസ് ചെക്ക് ചെയ്യുന്നു. നോക്കുക, പിക്സലിൽ യാതൊരു കുറവും വന്നിട്ടില്ല. എത്ര പിക്സൽ ഒറിജിനൽ പിക്ചറിലുണ്ടായിരുന്നോ അത്രയും പിക്സൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. 4928-ഉം 3264-ഉം. അതുകൊണ്ടാണ് ഈ ചിത്രം ഇതുപോലെ തന്നെ നിൽക്കുന്നത്. ഹൈറ്റ് ഇപ്പോൾ 68 ഇഞ്ചും 45 ഇഞ്ചും വലുപ്പമുള്ള വലിയ ക്യാൻവാസായി മാറി. എന്നാൽ കുറഞ്ഞത് റെസൊല്യൂഷനാണ്. ഇവിടെ പണ്ടത് 300 എന്നാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ അത് 72ആയി. 72 1 ഇഞ്ചിൽ 72 കുത്തുകൾ കൊണ്ട് ഒരു ചിത്രം നിർമ്മിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് അതിനിടയ്ക്കുള്ള സ്പേസ് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് 300 റെസൊല്യൂഷനുള്ള ചിത്രവും 72 റെസൊല്യൂഷൻ ഉള്ള ചിത്രവും നമുക്ക് ഒരുപോലെ അനുഭവപ്പെടുന്നത്. ഇപ്പോഴത്തെ പുതിയ മോണിറ്ററുകൾ, പഴയ മോണിറ്ററുകൾ 72 DPIയും ഇപ്പോഴത്തെ മോണിറ്ററുകൾ 100, 106 പല സൈസിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്. എന്തായാലും 72 നമുക്ക് മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഒരിക്കലും വ്യത്യാസം മനസ്സിലാകാത്ത അകലമുള്ള ഒരു റെസൊല്യൂഷനായതുകൊണ്ട് നമ്മളിത് ഓക്കെ കൊടുക്കുന്നു. അങ്ങനെ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഇമേജ് ഡൗൺ സൈസ് ചെയ്ത ഇമേജാണ്. 4200-ലധികം കിലോബൈറ്റ് ഉണ്ടായിരുന്നു. അത് 4.25 MB 4200-ലധികം കിലോബൈറ്റാണ്. അതിപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ഇത് 394 കിലോബൈറ്റുള്ള ഒരു പിക്ചറായിട്ട് ഇത് മാറി. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇമെയിലായിട്ട് അറ്റാച്ച് ചെയ്ത് വിടാം. അതും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഇത് മുകളിൽ കയറി അത് അപ്ലോഡാകുന്നു. കൂടാതെ ബാൻഡ് വിഡ്ത്ത് ഉപയോഗിക്കുന്നത് കുറയുന്നു. അങ്ങനെ നമുക്കും
നമ്മുടെ പിക്ചർ കാണുന്നവർക്കും ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ നെറ്റ്വർക്ക് നടത്തുന്നവർക്കും ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്കും സർവോപരി ലക്ഷോപലക്ഷം കോടാനുകൂടി ഇൻ്റർനെറ്റ് യൂസേഴ്സിനും എല്ലാം ഇങ്ങനെ ഡൗൺ സൈസ് ചെയ്യുന്നതുകൊണ്ട് വളരെ ഉപകാരം ഉണ്ടാകുന്നു ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ചിത്രങ്ങൾ ഒരിക്കലും ഒറിജിനൽ സൈസിൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാതെ ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് അത് മറ്റ് പല ടൂൾസുണ്ട് ഏതെങ്കിലും ഒരു ഡൗൺ സൈസിങ് ടൂൾ നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ചെറിയ ഫ്രീ ടൂൾസ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ് ഉപയോഗിച്ച് അത് ചെറുതാക്കാൻ പഠിച്ചാൽ നമുക്കും മറ്റുള്ളവർക്കും അത് ഉപകാരപ്രദമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ മലയാളം ട്യൂട്ടോറിയൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാം നന്ദി ഞാൻ പറയുന്നു. എൻ്റെ അടുത്ത അപ്ലോഡ് നടത്തുവാനായിട്ട് തുടർന്നുള്ള എൻ്റെ ഉദ്യമങ്ങൾക്കും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്നും നിങ്ങളുടെ കമൻറ്റുകളും മറ്റും ഇമെയിലായോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങളുടെ കമൻറ്റുകളായോ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ട്യൂട്ടോറിയൽ നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.